ഹലോ, നമസ്കാരം. തുടരും സിനിമയുടെ റിവ്യൂവിന് ശേഷം നമ്മൾ വീണ്ടും ഒരു മൂവി റിവ്യൂ കാറിലിരുന്നിട്ട് സീക്രട്ട് ഏജന്റിന്റെ സ്റ്റൈലിൽ ചെയ്യുകയാണ്. ഒരുപാട് പേര് ഇപ്പോൾ കാറിനുള്ളിലിരുന്ന് റിവ്യൂ ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ ഞാനും. സോ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമ പ്രിൻസ് ആൻഡ് ദി ഫാമിലി. സിനിമ റിലീസായിട്ട് 3 ദിവസം ആയി എന്നറിയാം. സോ ഈ ഒരു റിവ്യൂവിൽ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ കണ്ട സിനിമ അതിൻ്റെ അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കാണുക. സോ ദിലീപ് നായകനായ സിനിമ, ജനപ്രിയ നായകൻ ദിലീപ്. അപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ടൈറ്റിൽ കാർഡ്, വളരെ വ്യത്യസ്തതരമായിട്ടുള്ളൊരു ടൈറ്റിൽ കാർഡ്. പൊതുവെ എല്ലാവരുടെയും മാസ് ടൈറ്റിൽ കാർഡാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷണൽ സൈഡിലുള്ള ഒരു ടൈറ്റിൽ കാർഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. ഈ സിനിമയ്ക്കെതിരെ മൊത്തത്തിലൊരു നെഗറ്റീവ് ക്യാമ്പയിൻ ഉണ്ട്. ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് കയറിയത്. പക്ഷേ മൗത്ത് പബ്ലിസിറ്റി വഴി കുറച്ച് പോസിറ്റീവ് റെസ്പോൺസും അറിഞ്ഞു. അങ്ങനെ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കയറിയത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കാണാനുള്ള ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. 2 പരിപാടികൾക്കിടയിൽ ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി പോയി കണ്ടു. ജസ്റ്റ് ടൈം പാസിന് വേണ്ടി പോയി കണ്ടു. പക്ഷേ എനിക്ക് സിനിമ വർക്കായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിഗംഭീരം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ സിനിമയിൽ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട്, അതല്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അത് സ്പോയിലറായി പോവും. അവിടെയും ഇവിടെയും തൊടാത്ത പോലെ കുറച്ച് കാര്യങ്ങൾ അങ്ങ് പറയാം. ഡയറക്ടർ ബെൻഡോ സ്റ്റീഫൻ, പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ. അങ്ങനെ 2 സ്റ്റീഫന്മാരാണ് ഈ സിനിമയുടെ പുറകിലെ മെയിൻ ആളുകൾ. പിന്നെ ഷാരിസ് മുഹമ്മദിൻ്റെ തിരക്കഥ. ജനഗണമന എന്ന് പറയുന്ന വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു സോഷ്യൽ സബ്ജക്റ്റുള്ള ഒരു മൂവിയുടെ റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയൊരു കഥയാവുമ്പോൾ കോമഡി മാത്രമല്ല, എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്റ്റും സോഷ്യൽ മെസ്സേജൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചു. അപ്പോൾ അതുപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ നായകൻ ദിലീപിൻ്റെ കാര്യം പറയാം. പുള്ളിയുടെ സിനിമകൾ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കുറേ സിനിമകൾ വളരെ പരാജയമായിരുന്നു തിയേറ്ററിൽ. അതിൽ എനിക്ക് തോന്നുന്നു പവി കെയർടേക്കറാണ് ലാസ്റ്റ് റിലീസായ സിനിമ. അത് തന്നെ ഇറങ്ങിയിട്ട് ഒരു വർഷമായി, ലാസ്റ്റ് ഇയർ ഏതാണ്ട് ഈ ടൈമിലാണ്. ആ സിനിമ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയതാണ്. പക്ഷേ അതും ബോക്സ് ഓഫീസിൽ അത്ര ഓടിയിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു വർഷത്തിന് ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ പുള്ളിക്ക് തുടക്കത്തിൽ, ആദ്യം പറയാമല്ലോ, തുടക്കത്തിലെ ആദ്യത്തെ 40 മിനിറ്റൊക്കെ എനിക്ക് ഭയങ്കര ഫോഴ്സ്ഡ് കോമഡി ആയിട്ട് തോന്നി. ഒരു രസമില്ല. വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് തീം. ഒരു കുടുംബം മൊത്തം നോക്കുന്ന ഒരു മൂത്ത മകൻ, കല്യാണം കഴിച്ചില്ല, ബാക്കിയുള്ളവർ കല്യാണം കഴിച്ചു. ഇതൊക്കെ അതൊന്നും സ്പോയിലർ അല്ല, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ടീസറിന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് വളരെ ക്രിഞ്ച്, ഫോഴ്സ്ഡ് കോമഡിയൊക്കെ ആയിട്ട് തോന്നി. പിന്നെ ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പടം പിക്കപ്പായി. പടം ഒരു നല്ല നല്ല കോമഡി കാര്യങ്ങളിലേക്കൊക്കെ പോയി. അതിന് എസ്പെഷ്യലി ദിലീപും ജോണി ആൻ്റണിയും ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ജോണി ആൻ്റണി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഹീറോയിനായിട്ട് വന്നിരിക്കുന്ന ആള്, ആ പുള്ളിക്കാരി ഭയങ്കര പെർഫോമൻസ്. ഒരു ഡെബ്യൂട്ട് ആക്ട്രസ് ആണെന്നേ തോന്നിക്കില്ല, ആ ലെവല് സംഭവം. ദിലീപിനേക്കാളും ഈ സിനിമ കൊണ്ടുപോയത് ആ ക്യാരക്ടറാണ്. ചില സിറ്റുവേഷനിലൊക്കെ ദിലീപ് കഥയ്ക്കനുസരിച്ചാട്ടോ ഞാൻ പറയുന്നത്, നോട്ട് ആസ് പെർഫോമൻസ്. കഥയിൽ ആ ദിലീപിനേക്കാളും പ്രാധാന്യമുണ്ട് ആ കഥാപാത്രത്തിന്. അത് ചെയ്ത വ്യക്തി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ അവർ റിവീൽ ചെയ്തിട്ടില്ല ആളുടെ പേര്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ക്രെഡിറ്റ്സിൽ. പിന്നെ ഇതിനകത്ത് ഓഫ് കോഴ്സ് ആ ഒരു ഹീറോയിൻ മാത്രമല്ല, ഒരുപാട് ഫീമെയിൽസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റിൽ. ഈവൻ ദോ പ്രിൻസ് എന്ന ടൈറ്റിൽ നെയിമിൽ ദിലീപ് ആണെങ്കിലും ഒരുപാട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് ബിന്ദു പണിക്കർ, മഞ്ജു പിള്ള ഇതിനകത്ത് നല്ല ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എവർ ഫ്രം മഞ്ജു പിള്ളയാണ് ഈ ഒരു സിനിമയിൽ. പിന്നെ ഉർവശി ഇതിനകത്തൊരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്, അതും വളരെ നന്നായിട്ടുണ്ട് ടുവേർഡ്സ് ദ ക്ലൈമാക്സ്. പക്ഷേ ഇതിൻ്റെ ഷോ സ്റ്റീലർ എന്ന് പറയുന്നത് ഇതിലെ നായിക തന്നെയാണ്. അതൊരു വമ്പൻ പെർഫോമൻസ് ആയിരുന്നു. എന്തുകൊണ്ടാണ് യൂട്യൂബേഴ്സ് ഈ സിനിമയ്ക്ക് നെഗറ്റീവ് റെസ്പോൺസ് തരുന്നത് എന്നുള്ള സംഭവം ആ നായിക കാരണമാണ്. കാരണം യൂട്യൂബേഴ്സ്, ഇൻക്ലൂഡിങ് മീ, ഞാനും ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ചെറിയ ഭാഗമാണല്ലോ, ഇൻക്ലൂഡിങ് മീ, യൂട്യൂബേഴ്സിനിട്ടിട്ട് നല്ലൊരു കൊട്ട് കൊടുക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. കണ്ടൻറ്റ് ദാരിദ്ര്യത്തിന് വേണ്ടിയും നെഗറ്റീവ് റിവ്യൂസും ഒക്കെ കൊടുക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നന്നായിട്ട് കൊട്ടുന്നുണ്ട്. അത് വെറുതെ അതിനു വേണ്ടിയല്ല, പക്ഷേ അത് വളരെ റിലവൻ്റ് ആണ്. അതുപോലെ എത്രത്തോളം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഈ സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീൻ ടൈം ആണെങ്കിലും എത്രത്തോളം ചിലവാക്കുന്നു, അതിൻ്റെ നെഗറ്റീവ് സൈഡ്, പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എടുത്ത് പറയുന്നുണ്ട് ത്രൂ ദിസ് മൂവി.
അത് നല്ല വെയിൽ, അതാ ഞാൻ ബാക്കി കാര്യങ്ങൾ പുറത്തിറങ്ങിയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരുപാട് നെഗറ്റീവ് റിവ്യൂ വരാൻ മാത്രം ഉള്ള അത്ര മോശം സിനിമയൊന്നും അല്ല ഇത് അത്യാവശ്യം കണ്ടിരിക്കാവുന്ന, എന്നാൽ ദിലീപിൻ്റെ പഴയ കാലത്തെ സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന സിനിമ അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. അപ്പോൾ ഇത്രയധികം നെഗറ്റീവ് റിവ്യൂസ് ഒന്നും ഈ സിനിമയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ടു സം ഓഫ് ദ യൂട്യൂബേഴ്സ്, നിങ്ങൾ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് പോയി കണ്ടാൽ ഒട്ടും കാശ് വേസ്റ്റായെന്ന് തോന്നില്ല. നല്ലൊരു സിനിമ കണ്ട സംതൃപ്തി തോന്നും എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.